നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. വ്യക്തികളല്ല പാർട്ടിയാണ് വലുതെന്ന NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. മാവോയിസ്റ്റുകളെ നേരിടുന്നതിനേക്കാൾ മോശമായാണ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും VM സുധീരനെ നേരിട്ടതെന്നും ഉഴവൂർ. പാർട്ടി വിട്ട ജില്ലാ നേതാക്കൾക്കെതിരെയും ഉഴവൂരിന്റെ രൂക്ഷ വിമർശനം. കിഴക്കൻ മേഖലയിലെ ദേശീയപാതയോരം മാലിന്യക്കുട്ടയാകുന്നു. അതിർത്തിക്കപ്പുറമുള്ള മാലിന്യവും നിക്ഷേപിക്കുന്നത് ആര്യങ്കാവ് തെന്മല പ്രദേശത്തെ ദേശീയപാതയോരത്ത്. പുനലൂരിൽ വഴിയോരത്ത് അനധികൃത മത്സ്യവ്യാപാരം വ്യാപകമാകുന്നു. വ്യാപാരം നഗരസഭാ അധികൃതരുടെ മുന്നറിയിപ്പ് അവഗണിച്ച്. വാർത്തകൾ വിശദമായി. പാർട്ടിയാണ് വലുത്, അതിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. NCP വിട്ട ജില്ലാ നേതാക്കന്മാർക്കെതിരെയും ഉഴവൂർ വിജയൻ ആഞ്ഞടിച്ചു. പുനലൂരിൽ വെച്ച് നടന്ന NCP ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരത്തിൽ നിന്ന് ഇല കൊഴിയും പോലെയാണ് പാർട്ടിയിൽ നിന്നുള്ള പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കെന്നും ഒന്നുപോയാൽ മറ്റൊന്ന് വന്നു ചേരുമെന്നും ഉഴവൂർ വിജയൻ അഭിപ്രായപ്പെട്ടു. പിണറായി പോയാൽ കോടിയേരി വരും, മാറ്റങ്ങൾ സ്വാഭാവികമാണ്. NCPയുടെ ജില്ലാ നേതൃത്വം ഉപേക്ഷിച്ച് കോൺഗ്രസ് എസിലേക്ക് ചേക്കേറിയവരുടെ പേരു പറയാതെ പറഞ്ഞായിരുന്നു ഉഴവൂരിന്റെ വിമർശനം. പാർട്ടി സമ്മേളന വേദി വിട്ട് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ ആളേക്കാൾ വലുതല്ലോ NCP വിട്ടവരെന്ന് VS വിഷയം ഓർമ്മിപ്പിച്ച് ഉഴവൂർ വിജയൻ പറഞ്ഞു. ഇക്കരെ നിൽക്കുമ്പോൾ ചിലർക്ക് അക്കരെ പച്ചയാണ്. ആരു പാർട്ടി വിട്ടാലും പാർട്ടിക്ക് യാതൊരു ഇളക്കവും ഉണ്ടാകില്ല. ഉറച്ച നിലപാടുകളും നയങ്ങളുമായി NCP മുന്നോട്ടു പോകും. പാർട്ടിയാണ് വലുത്, അല്ലാതെ വ്യക്തികൾക്ക് പ്രാധാന്യമൊന്നുമില്ല. മറ്റു പല പാർട്ടികളുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാര്യമായ ഒരു പരിഭവമില്ല. പിന്നെ അവിടുന്നും ഒക്കെ ഇപ്പൊ ഒരു മരത്തിൽ നിന്നാണേലും ചിലപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞു പോകും. ഇല കൊഴിഞ്ഞു പോയാൽ വേറെ ഇല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. അവിടെ ആണെങ്കിലുണ്ടല്ലോ ഭയങ്കരമായിരിക്കും. ഇവിടെയും മഹാമോശം. നമ്മുടെ വീട് വളരെ മോശമാണ്, അതിലൊക്കെ ആണെങ്കിൽ തിരക്കടില്ല, 2 നിലയാണ് എന്നൊക്കെ ധരിച്ചു പോകും. അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരു ജ്യോത്സ്യനെ പോലെ ഞാനിവിടെ പറയുന്നില്ല, നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തേക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് വണ്ടി കയറിയ അത്രയും വലിയ ആളുകളൊന്നും അല്ലല്ലോ നമ്മുടെ കൂടെ ഇന്ന് പല സ്ഥലത്തും പോകാൻ പോകുന്നത്. അതുകൊണ്ട് പോയാൽ പോകിട്ടും പോടാ എന്നുള്ളൊരു ലൈൻ. ഇവിടെയുള്ള മറ്റേ ആളിന് അത്ര ശരിയല്ല, അയാളിട്ടിരിക്കുന്ന ഷർട്ട് അത്ര നല്ലതല്ല, അയാൾക്ക് പൊക്കം ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ഇച്ചിരിയുടെ പൊക്കം ഉള്ള ആളിന്റെ കൂടെ പോയാൽ, അല്ലെങ്കിൽ അയാൾക്ക് കൃതാവ് കുറവാണ്, എന്നാൽ ഒരു നല്ല കൃതാവുള്ള ആളിന്റെ കൂടെ പോയി കളയാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതെങ്ങനെയാണ്? അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞ് വേറൊരാളെ കാണുമ്പോൾ ഇച്ചിരിയുടെ സൗന്ദര്യമുള്ള അയ്യനൊക്കെ ഒരു കല്യാണം കഴിച്ചേക്കാം എന്നുള്ള അങ്ങനെ ഒരു നിലപാട് പലരും സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, പേരൊക്കെ വളരെ നല്ലതാണ്. ധർമ്മം, സത്യം, അങ്ങനെയൊക്കെയുള്ള ഒരു നിലപാട് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആളുകളൊക്കെയാണ് ഇങ്ങനെ ധർമ്മം വെടിഞ്ഞുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അതിവിടെയല്ല, നമ്മുടെ ജില്ലയുടെ ചില ഭാഗത്തും മറ്റു ചില ഭാഗത്തും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മാവോയിസ്റ്റുകളെ നേരിടുന്നതിനേക്കാൾ മോശമായ രീതിയിലാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് VM സുധീരനെ നേരിടുന്നതെന്നും കോൺഗ്രസ് എല്ലാ രീതിയിലും ജനമധ്യത്തിൽ അപഹാസ്യമായെന്നും ഉഴവൂർ വിജയൻ കുറ്റപ്പെടുത്തി. മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലും യാതൊരു പരിക്കും പറ്റാത്ത പാർട്ടിയാണ് NCP എന്നും പാർട്ടിയുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായമുണ്ട്. ഇവിടെ കോഴയ്ക്കെതിരായിട്ടുള്ള സമരം 13-ാം തീയതി KM മാണി കേരളത്തിന്റെ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ യോഗത്തിൽ തീരുമാനം ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 6-ാം തീയതി ചേരുന്ന യോഗത്തിൽ അതിന്റെ രൂപം എങ്ങനെയായിരിക്കണം, അതിന്റെ സമര മാർഗം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും തീരുമാനിക്കാൻ നമുക്ക് അവസരം. രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ ഒരവസരം, ഒരു കനക അവസരം ഇനി വേറെ കിട്ടാനില്ല. വളരെ അനുകൂലമായ സാഹചര്യം. കോൺഗ്രസ് ഇതിൽ കൂടുതൽ മോശമാകാനുണ്ടോ? കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ഗതിയൊക്കെ ഓർക്കുകയും നമ്മൾ കരഞ്ഞു പോകും. ആ അവസ്ഥയിലാണ്. വളർന്നിട്ട് തല്ലുക. മാവോയിസ്റ്റുകളെ നേരിടുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും നമ്മുടെ VM സുധീരനെ പിടിക്കാൻ ശ്രമിക്കുന്നത്.
അദ്ദേഹം മദ്യത്തിനെതിരായുള്ള പോരാട്ടവുമായി കാസർഗോഡ് നിന്ന് പര്യടനം ആരംഭിച്ച് തിരുവനന്തപുരത്തെത്തുമ്പോൾ ബാറ് പൂട്ടിക്കുമെന്ന് പറഞ്ഞ സുധീരന്റെ മുഖത്ത് നോക്കി ഉമ്മൻചാണ്ടി പറഞ്ഞത് തന്റെ ഇന്ദിരാഭവനിലെ ഓഫീസാണോ ഞങ്ങൾ പൂട്ടിക്കാൻ പോകുന്ന മര്യാദയ്ക്ക് ഇരുന്നോണം എന്ന് പറഞ്ഞപ്പോൾ വിയോജിച്ചുകൊണ്ട് ഞാൻ യോജിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകേണ്ട ഗതികേടിൽ ഒരു കേരളത്തിലെ പ്രസിഡന്റിനെത്തി. അതാണ് KPCC പ്രസിഡന്റ്, അതാണ് കോൺഗ്രസ്. അങ്ങനെ ജനമധ്യത്തിൽ അവകാശമായ കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവരുടെ മുന്നണിയിൽപ്പെട്ട ഘടകകക്ഷികൾ ഓരോന്നായി തമ്മിൽ തല്ലി തലകീറുന്നു. പത്തനാപുരത്ത് MLA ഗണേഷ് കുമാർ ഭരണകക്ഷി MLA ഭരണകക്ഷി മന്ത്രിമാർക്കെതിരെയും സ്റ്റാഫിനെതിരെയും ആരോപണം ഉന്നയിക്കുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ R ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചീഫ് വിപ്പ് PC ജോർജ് കാര്യം രാവിലെ ഒന്ന് പറയും, ഉച്ചകഴിഞ്ഞ് വേറെ ഒന്ന് പറയും. അങ്ങനെ പറയുമെങ്കിൽ പോലും പറയാനുള്ളത് കൂടുതലും അവർക്കെതിരെ തന്നെ പറയുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. പിന്നെ ആരാ അവരുടെ കൂടെ ഉള്ളത്? പുനലൂർ YMCA ഹാളിൽ ഒരുക്കിയ PS രാജൻ നഗറിൽ നടന്ന കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് RK ശശിധരൻപിള്ള അധ്യക്ഷനായി. NYC സംസ്ഥാന പ്രസിഡന്റ് R ജയൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് TY ലൂക്കോസ്, ഷംസുദ്ദീൻ മുസ്ലിയാർ, നെടുവത്തൂർ രാജൻ, T അയൂബ് ഖാൻ, താമരക്കുളം സലീം, ജില്ലാ നേതാക്കളായ പെരുമ്പുഴ സുനിൽകുമാർ, N സുകുമാരിയമ്മ, തൊടിയൂർ കുട്ടപ്പൻ, ഏരൂർ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 250 പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. കൺവെൻഷന് ശേഷം നഗരത്തിൽ പ്രകടനവും മാർക്കറ്റ് ജംഗ്ഷനിൽ പൊതുസമ്മേളനവും നടന്നു. ലൈവ് വാർത്ത പുനലൂർ. ആശ്വാസ് 2015 കുടിശ്ശിക നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കൊട്ടാരക്കര സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് സഹകരണ അദാലത്ത് സംഘടിപ്പിക്കുന്നു. 26-27 തീയതികളിലായാണ് അദാലത്ത്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ വായ്പാ കുടിശ്ശിക കുറയ്ക്കുന്നതിനും സഹകരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശ്വാസ് 2015. കുടിശ്ശികകൾ ഒറ്റത്തവണ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കൊട്ടാരക്കര സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. രോഗബാധിതർ, മരണപ്പെട്ടവരുടെ ആശ്രിതർ എന്നിവർക്ക് അദാലത്തിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. 26-ന് ബാങ്കിന്റെ കൊട്ടാരക്കരയിലെ ഹെഡ് ഓഫീസിലും 27-ന് കടക്കൽ ബ്രാഞ്ചിലുമായാണ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആശ്വാസ് 2015 ലഭ്യമാക്കുന്ന ആനുകൂല്യം സഹകാരികൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ് അറിയിച്ചു. ആശ്വാസ് 2015 എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ദീർഘകാലമായി വായ്പാ കുടിശ്ശിക വരുത്തിയ വായ്പക്കാർക്കും അതുപോലെ തന്നെ വായ്പ എടുത്തതിനു ശേഷം മരണപ്പെട്ടവരുടെ ആശ്രിതർ, അതുപോലെ മാരക രോഗങ്ങൾ ബാധിച്ചവർ എന്നിവർക്കുള്ള ആനുകൂല്യങ്ങളിൽ ആശ്വാസ് 2015 എന്ന പദ്ധതി പ്രകാരം നിരവധി ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇളവുകളോടുകൂടി പദ്ധതി ബാങ്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വായ്പാക്കാരുടെ ഒരു അദാലത്ത് ബാങ്കിന്റെ ഹെഡ് ഓഫീസായ കൊട്ടാരക്കരയിൽ വെച്ച് ഫെബ്രുവരി മാസം 26-ാം തീയതിയും ഫെബ്രുവരി മാസം 27-ാം തീയതി കടക്കൽ ബ്രാഞ്ചിൽ വെച്ച്. ലൈവ് വാർത്ത കടക്കൽ. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സെറികൾച്ചറുമായി ബന്ധപ്പെട്ട് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നത്. 15 സെന്റോ 20 സെന്റ് മണ്ഡലത്തിൽ വളർത്തിയാൽ പുരുഷൻ വീട്ടിൽ ജോലിക്ക് പോയിരിക്കുമ്പോൾ തന്നെ നമ്മളെ പരിപാലിച്ച് വളർത്താൻ കഴിയും. വളരെ ലാഭകരമായ നിലം ഏറ്റെടുക്കാനുള്ള സംവിധാനമുണ്ടോ അതിൽ നിങ്ങൾക്ക് പോകാൻ കാര്യമില്ല. അപ്പൊ ഈ മണ്ഡല ചെടിയുടെ കൃഷി കാർഷിക ചെയ്ത് വളർത്തുക എന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കർഷകരെ കൊണ്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു സംശയം വേണ്ട, വളരെ ലാഭകരമായ വളരെ ആദായകരമായ ഒരു കൃഷി സമ്പ്രദായമായി ഈ മണ്ഡല ചെടികളുടെ വളർത്തുന്നതിനെ പങ്കെടുക്കാൻ കഴിയും. കേരള സർക്കാരിന്റെയും കേന്ദ്ര സിൽക്ക് ബോർഡിന്റെയും സാമ്പത്തിക സഹായത്തോടുകൂടി സെറികൾച്ചർ പദ്ധതി ഗ്രാമവികസന വകുപ്പ് വഴി പുനരുദ്ധരിക്കുന്നതിന്റെ ഭാഗമായാണ് ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, തെന്മല, ഏരൂർ പഞ്ചായത്തുകളിലെ കർഷകരെ ഉൾപ്പെടുത്തി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. കുളത്തൂപ്പുഴ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു സെമിനാർ. പ്രസിഡന്റ് C സുഭിലാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D ലൈല ബീവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിസിലി ജോർജ്, ബെൻസി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. സിൽക്ക് ബോർഡ് സയന്റിസ്റ്റ് വേണുഗോപാൽ, അഞ്ചൽ ADA ശ്രീലത കുഞ്ഞമ്മ, കൊല്ലം അസിസ്റ്റന്റ് സെറികൾച്ചർ ഓഫീസർ S മീനാംബിക, അഞ്ചൽ ASO മറിയാമ്മ തോമസ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സെമിനാറിൽ ക്ലാസ് നയിച്ചു. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിൽ മാലിന്യ നിക്ഷേപം വ്യാപകം. അതിർത്തിക്കപ്പുറമുള്ള മാലിന്യവും പേറുകയാണ് ദേശീയപാതക്കരികിലെ ആര്യങ്കാവ്, തെന്മല പ്രദേശങ്ങൾ. ആര്യങ്കാവ് ബ്യൂറോയുടെ റിപ്പോർട്ട്.
തെന്മലയ്ക്കും ആര്യങ്കാവിനുമിടയിൽ ദേശീയപാതയോരത്ത് വനാതിർത്തിയിലായാണ് വൻതോതിൽ മാലിന്യ നിക്ഷേപം. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് രാത്രിയുടെ മറവിൽ ഇവിടെ തള്ളുന്നത്. അതിർത്തി പ്രദേശമായതിനാൽ പുളിയറ, തെങ്കാശി എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യവും കൊണ്ടുവന്ന് തള്ളുന്നത് ഇവിടെയാണ്. അറവ് മാലിന്യങ്ങളോടൊപ്പം ഇലക്ട്രോണിക് മാലിന്യങ്ങളും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. അറവുശാല മാലിന്യങ്ങളുടെ ദുർഗന്ധം മൂലം വാഹനങ്ങളിൽ പോലും ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. ചാക്കുകളിൽ നിറച്ചാണ് അറവ് മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നത്. ശെന്തുരുണി വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും മാലിന്യം തള്ളുന്നത് പതിവാണ്. ബാർബർ ഷോപ്പിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളും ചാക്കുകളിലാക്കി ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതേസമയം മാലിന്യങ്ങൾ വ്യാപകമായി പാതയോരത്ത് തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും വനം വകുപ്പ് അധികൃതരോ പഞ്ചായത്ത് അധികൃതരോ പോലീസോ നടപടി സ്വീകരിക്കാത്തത് ശക്തമായ പ്രതിഷേധങ്ങൾക്കും വഴിതെളിച്ചിരിക്കുകയാണ്. ദുർഗന്ധം കാരണം നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ സാധാരണ ജനങ്ങൾക്കുള്ളത്. യാതൊരു രീതിയിലുള്ള നടപടികൾ ഫോറസ്റ്റ് അധികൃതരോ പോലീസ് അധികൃതരോ പഞ്ചായത്തോ സ്വീകരിക്കുന്നില്ല. വനങ്ങളിൽ ഓരി വേസ്റ്റ് മുതലായ ഓരി മോസ്റ്റും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുമിഞ്ഞുകൂടിയ കാരണം മൃഗങ്ങൾ സാധാരണയായി തിന്നുക പതിവായിരിക്കുകയാണ്. എന്നിട്ടും യാതൊരു രീതിയിൽ നടപടികളും എടുക്കുന്നില്ല. ലൈവ് വാർത്ത, ആര്യങ്കാവ്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലാമൂട് കൂവക്കാട് റോഡ് നിർമ്മാണം, മുരിയക്കോട്ടുകോണം കൂവക്കാട് കുടിവെള്ള പദ്ധതികൾ എന്നിവയുടെ ഉദ്ഘാടനമാണ് മുല്ലക്കര രത്നാകരൻ MLA നിർവഹിച്ചത്. നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു പ്ലാമൂട് കൂവക്കാട് റോഡ്. ചിതറ പഞ്ചായത്തിന്റെ 2013-14 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം. കളക്ടറുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 8.5 ലക്ഷം രൂപയാണ് മുരിയക്കോട്ടുകോണം കൂവക്കാട് കുടിവെള്ള പദ്ധതികൾക്കായി വിനിയോഗിച്ചത്. ചിറവൂർ വാർഡ് മെമ്പർ റജില നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷയായി. വാർഡ് മെമ്പർ MS ശ്യാമളകുമാരി സ്വാഗതം പറഞ്ഞു. K സുകുമാരപിള്ള, KB ശബരിനാഥ്, A ഹംസ, ചിതറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കരകുളം ബാബു, മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത, കടയ്ക്കൽ. പുനലൂരിൽ KSRTC ജംഗ്ഷന് സമീപം അനധികൃത മത്സ്യവ്യാപാരം വ്യാപകമാകുന്നു. നഗരസഭാ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇതിനെ മാനിക്കാതെയാണ് വ്യാപാരം. പുനലൂരിൽ KSRTC ജംഗ്ഷന് സമീപത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിനു മുന്നിലായാണ് അനധികൃത മത്സ്യവ്യാപാരം വ്യാപകമാവുന്നത്. എന്നാൽ ഇതിനെതിരെ നടപടിയെടുക്കേണ്ട പോലീസ് അധികൃതർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. നഗരസഭയിലെ ആരോഗ്യവകുപ്പ് അധികൃതരുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഇവിടെ വ്യാപാരം തകൃതിയായി നടക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് വ്യാപാരം. നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർ പലരും ഇതിനോടകം വീട്ടിലെത്തിയിട്ടുണ്ടാകും. ഇത് കച്ചവടക്കാർക്ക് കൂടുതൽ സൌകര്യമൊരുക്കുന്നു. മത്സ്യം വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് അഞ്ചൽ പുനലൂർ പാതയിൽ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. കൂടാതെ മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നതും പൊതുജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പരാതിക്കാർ ഈ വിവരം പലതവണ പുനലൂർ SIയെ ഫോണിൽ വിളിച്ചറിയിച്ചെങ്കിലും നടപടിയെടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണെന്ന് പറഞ്ഞ് ഇദ്ദേഹവും കൈയൊഴിയുകയായിരുന്നു. ലൈവ് വാർത്ത, പുനലൂർ. തലവൂർ പൂരത്തിന്റെ വരവറിയിച്ചുള്ള വിളംബര ഘോഷയാത്ര ശ്രദ്ധേയമായി. മാർച്ച് 5-നാണ് ജില്ലയിലെ തന്നെ പ്രധാന ഉത്സവമായ തലവൂർ പൂരം. മാർച്ച് 5-ന് നടക്കുന്ന പ്രസിദ്ധമായ തലവൂർ പൂരത്തിന്റെ വരവറിയിച്ച് വിളംബര ജാഥ സംഘടിപ്പിച്ചു. കുര 481 നമ്പർ ശ്രീനാരായണ വിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. കുര വായനശാല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് തലവൂരിന്റെ വിവിധ പ്രദേശങ്ങൾ ചുറ്റി തലവൂർ തൃക്കൊന്നമർക്കോട് ദേവി ക്ഷേത്ര സന്നിധിയിൽ വിളംബര ജാഥ സമാപിച്ചു. നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിച്ചുകൊണ്ട് വിളംബര ജാഥ ഇതാ കടന്നു വരികയായി. തെക്കൻ കേരളത്തിലെ പൂരങ്ങളുടെ പൂരം ഇരുചക്രവാഹനങ്ങളിലായി 100 കണക്കിന് ഭക്തരാണ് ജാഥയെ അനുഗമിച്ചത്. കരയോഗം പ്രസിഡന്റ് N സുധാകരപിള്ള, സെക്രട്ടറി സുരേഷ് കുമാർ, സതീഷ് കുമാർ, അജികുമാർ, രഘുനാഥപിള്ള, മോഹനൻ പിള്ള, KS ബാലകൃഷ്ണപിള്ള, അരുൺകുമാർ, ദാസപ്പൻ പിള്ള എന്നിവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, പത്തനാപുരം. ചിതറ മാങ്കോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ബുധനാഴ്ചയാണ് സമൂഹ പൊങ്കാല. ബുധനാഴ്ച രാവിലെ പതിവ് ചടങ്ങുകൾക്ക് പുറമെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. തുടർന്ന് 8 മണിയോടെ സമൂഹ പൊങ്കാലയ്ക്ക് തുടക്കമാകും. 11:30-ന് പൊങ്കാല നിവേദിക്കും. തുടർന്ന് മഹാ അന്നദാനവും നടക്കും. വൈകിട്ട് 4 മണിയോടെ എഴുന്നള്ളത്ത് ഘോഷയാത്ര ആരംഭിക്കും. താലപ്പൊലി, തെയ്യം, ചെണ്ടമേളം, മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് സൈഡുവാൾ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യും. തുടർന്ന് തിരികെ ക്ഷേത്രത്തിൽ സമാപിക്കും. എഴുന്നള്ളത്തിനു ശേഷം കലാപരിപാടികളും അരങ്ങേറും. ഉത്സവത്തിന് മുന്നോടിയായി വാഹന വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ലൈവ് വാർത്ത, കടയ്ക്കൽ. ചേകം ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വ്യാഴാഴ്ചയാണ് സപ്താഹയജ്ഞത്തിന് തുടക്കമാവുക.
ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മേൽശാന്തി അശോക് കുമാർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കവലയിൽ ഭഗവതി ക്ഷേത്രം, മരത്തിൽ ദേവി ക്ഷേത്രം, പാതിരിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, മഞ്ചള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കമുകഞ്ചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രം, പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രം തുടങ്ങി 30-ലധികം ക്ഷേത്രങ്ങളിൽ ഘോഷയാത്ര പര്യടനം നടത്തി. എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മനോഹരിരൂപനായ ഭഗവാൻ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്ന ശ്രീശുഖ ബ്രഹ്മർഷിയാൽ പ്രകീർത്തിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതം 7 ദിവസത്തെ യജ്ഞമായി പത്തനാപുരം ചേകം ശ്രീ മഹാദേവത്തിലെ 9ാമത് ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിൽ വ്രതനിഷ്ഠ രാത്രി 9 മണിയോടെയാണ് ഘോഷയാത്ര തിരികെ ക്ഷേത്രാങ്കണത്തിൽ മടങ്ങിയെത്തിയത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു വിളംബര ഘോഷയാത്ര നടന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ക്ഷേത്ര മേൽശാന്തി ഭദ്രദീപം തെളിയിക്കുന്നതോടെ സപ്താഹ യജ്ഞത്തിന് തുടക്കമാകും. മാർച്ച് 7-നാണ് ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ മഹോത്സവം. ഉത്സവത്തോടനുബന്ധിച്ച് കെട്ടുകാഴ്ച, ഡാൻസ്, ഗാനമേള എന്നിവയും അരങ്ങേറും. ലൈവ് വാർത്ത, പത്തനാപുരം. അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന ഉണ്ണിയൂട്ട് ശ്രദ്ധേയമായി. 60-ലേറെ കുട്ടികൾ ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തു. അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 3ാം ദിനത്തിലാണ് ഉണ്ണിയൂട്ട് നടന്നത്. ശ്രീകൃഷ്ണാവതാരത്തോട് ചേർന്നായിരുന്നു ചടങ്ങ്. മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട 10 വയസ്സിൽ താഴെ പ്രായമുള്ള 68 കുട്ടികളാണ് ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തത്. യജ്ഞാചാര്യൻ കുടജാദ്രി അനിൽ ബാബു ഉണ്ണിയൂട്ടിന് കാർമ്മികത്വം വഹിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് ബി ജ്യോതിനാഥ്, സെക്രട്ടറി പി റജി, മുരുകൻ, അശോകൻ എന്നിവർ നേതൃത്വം നൽകി. യജ്ഞശാലയിൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ വൈകിട്ട് 5 മണിയോടെ ക്ഷേത്രസന്നിധിയിൽ കുട്ടികളുടെ ഉറിയടിയും നടന്നു. വ്യാഴാഴ്ചയാണ് രുക്മിണി സ്വയംവരം. ശനിയാഴ്ച അവവൃത സ്നാന ഘോഷയാത്രയ്ക്ക് ശേഷമുള്ള ചടങ്ങുകളോടെ സപ്താഹത്തിന് സമാപനമാകും. ലൈവ് വാർത്ത, പുനലൂർ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യക്തികളല്ല പാർട്ടിയാണ് വലുതെന്ന NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. മാവോയിസ്റ്റുകളെ നേരിടുന്നതിനേക്കാൾ മോശമായാണ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും VM സുധീരനെ നേരിട്ടതെന്നും ഉഴവൂർ. പാർട്ടി വിട്ട ജില്ലാ നേതാക്കൾക്കെതിരെയും ഉഴവൂരിന്റെ രൂക്ഷ വിമർശനം. കിഴക്കൻ മേഖലയിലെ ദേശീയപാതയോരം മാലിന്യക്കുട്ടയാകുന്നു. അതിർത്തിക്കപ്പുറമുള്ള മാലിന്യവും നിക്ഷേപിക്കുന്നത് ആര്യങ്കാവ് തെന്മല പ്രദേശത്തെ ദേശീയപാതയോരത്ത്. പുനലൂരിൽ വഴിയോരത്ത് അനധികൃത മത്സ്യവ്യാപാരം വ്യാപകമാകുന്നു. വ്യാപാരം നഗരസഭാ അധികൃതരുടെ മുന്നറിയിപ്പ് അവഗണിച്ച്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.